രാഹുൽ ഈശ്വർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോഴിതാ വേടനെ വീണ്ടും സർക്കാർ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഈ സർക്കാർ പരിപാടിയിൽ നിന്ന് വേടന്റെ ഒരു പ്രോഗ്രാം ഒഴിവാക്കിയത്. ഇപ്പോൾ വീണ്ടും ക്ഷണിക്കുമ്പോൾ അതൊരു ചേർത്ത് നിർത്തലാണെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും അവിടെ ഒരു രണ്ട് വശമില്ലേ? കാരണം ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നവർക്കെല്ലാം ഈ ഒരു പ്രിവിലേജ് ലഭിക്കുന്നുണ്ടോ? ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന എല്ലാവർക്കും പ്രിവിലേജ് ലഭിക്കണം. ഈ വിഷയം ഒരു രാഷ്ട്രീയമല്ല. വേടനാകട്ടെ, ഷൈൻ ടോം ചാക്കോ ആകട്ടെ, ഖാലിദ് റഹ്മാൻ ആകട്ടെ, ശ്രീനാഥ് ഭാസി ആകട്ടെ, ഇവരെയെല്ലാം ചേർത്ത് നിർത്താൻ സർക്കാരും പൊതുസമൂഹവും തയ്യാറാകണം. നമ്മുടെ ഒരു സഹോദരനും സുഹൃത്തിനും തെറ്റുപറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? അതേ മാന്യത നമ്മൾ അവരോട് കാണിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ സ്വാഗതം ചെയ്യണം, സ്വീകരിക്കണം. അവരെ അകറ്റി നിർത്തുക അല്ല ചെയ്യേണ്ടത്, അവരെ എന്താ പറയുക, സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അവിടെയും ഒരു ചോദ്യമുണ്ടല്ലോ, ഈ അദ്ദേഹം തന്നെ ഈ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ അവിടെ പുതുതലമുറയ്ക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? അത്തരത്തിൽ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഏതൊരു മേഖലയിൽ നിന്നും ഒരു കഴിവുള്ള വ്യക്തിക്ക് തെറ്റ് ചെയ്യാൻ ഒരു അവസരമാണോ? അവിടെയും ഒരു ചേർത്ത് നേരെ തിരിച്ചാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും മനോഹരമായി ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് ബൈബിളിൽ യേശുക്രിസ്തു മത്തായി സുവിശേഷം പറയുന്നുണ്ട്. 18:12. അതായത് നമ്മുടെ കൂടെ 100 ആടുണ്ട്, ഒരാട് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? 99 ആടിനെയും സേഫ് ആക്കി നിർത്തി 100ാമത്തെ ആടിനെ തെരഞ്ഞു പോകും. ആ നഷ്ടപ്പെട്ട ഒരാടിനെ തെരഞ്ഞു പോകും. ആ ഇടയന്റെ മനസ്സാണ് പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും എല്ലാം വേണ്ടത്. വേടനാണെങ്കിലും വേടൻ പിന്നോക്ക ദളിത് സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. വേടൻ ഒരു ഇടതുപക്ഷ ദളിത് അംബേദ്കറേറ്റ് രാഷ്ട്രീയമാണ് മുമ്പോട്ട് വെക്കുന്നത്. ഞാൻ അതിന്റെ ഘടകവിരുദ്ധമായ ചേരി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു സവർണ ഹിന്ദു വലതുപക്ഷ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് സമവായം ഉണ്ടാകണം, നന്മയുണ്ടാകണം. വേടനും നമ്മുടെയാണ്, ശ്രീ സുരേഷ് ഗോപിയും നമ്മുടെയാണ്, ശ്രീ മോഹൻലാലും നമ്മുടെയാണ്. ഇവരെ ആരെയും ജാതി പറഞ്ഞ് അകറ്റുകയും ജാതി സ്പർദ്ധ ഉണ്ടാക്കുകയും അല്ല ചെയ്യേണ്ടത്. വേടനൊരു തെറ്റുപറ്റി, വേടൻ തെറ്റ് കാര്യങ്ങളോ ഒന്നും ചർച്ചയാകേണ്ടതില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെയല്ല, ഇതെല്ലാം ചർച്ചയാകും. നമുക്ക് രണ്ട് രീതിയേ ഉള്ളൂ. ഒന്നെങ്കിൽ നമുക്ക് മറച്ചു വെക്കാം, മറച്ചു വെച്ചിട്ട് മോഹൻലാൽ വിശ്വനാഥൻ നായറിനെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്ന് നമ്മുടെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ ചോദിക്കുന്നവർ ചോദിക്കാം. അതായത് മോഹൻലാൽ നായരാണെന്നും ഇതുവരെ ലാലേട്ടാന്ന് വിളിച്ചിരുന്നവർ പെട്ടെന്ന് മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്ത് പറ്റി? സുരേഷ് ഗോപിയെ കാണിച്ച് മറ്റു സൈഡിൽ വേടനെ കാണിച്ചു, സുരേഷ് ഗോപിയുടെ പുലിനഖവും വേടന്റെ പുലിനഖവും എന്ന് പറഞ്ഞ് നമുക്ക് ഈ ജാതി പറയാതെ പറയാം. നമുക്ക് കുറച്ചുകൂടെ സത്യസന്ധമായി പെരുമാറിക്കൂടെ? വേടനാണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും നമ്മുടെ അഭിമാനമാണ്. അപ്പോ വേടൻ വളർന്നു വരുന്നൊരു കലാകാരനാണ്. 10-29 വയസ്സേ കാണും. വേടനിൽ തെറ്റുപറ്റി, എന്റെ സഹോദരൻ തെറ്റുപറ്റി, എന്ത് ചെയ്യണം? അവനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കണം. സംസ്ഥാന സർക്കാർ ആദ്യം ക്യാൻസൽ ചെയ്തു. പിന്നെ വേടന്റെ ആ പുലിനഖത്തിന്റെ കേസൊക്കെ വന്നപ്പോൾ സംസ്ഥാന സർക്കാർ ഒന്ന് ഡിഫൻസിലായി. അതുകൊണ്ടായിരിക്കണം വീണ്ടും വേടനെ വിളിച്ചിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ വേടൻ മുമ്പോട്ട് വെക്കുന്ന, വേടന്റെ രാഷ്ട്രീയത്തെ എതിർക്കുമ്പോഴും വേടൻ എന്ന മനുഷ്യനെ, മുരളി എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് ചേർത്ത് നിർത്താനാകണം. വേടൻ ഒരു വിശ്വാസിയാണ്, അമ്പലങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന കാണാം. അപ്പോ നമ്മുടെ ആൾക്കാരെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. വീണു പോയവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് വേണ്ടത്, വഴിയിലിച്ച് ചവിട്ടുകയല്ല. അവിടെ ഒരാൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ അയാളെ രക്ഷിച്ചെടുക്കാൻ നമ്മൾ നോക്കണം. അതല്ലേ നന്മ? അപ്പൊ അതുകൊണ്ട് ഇതിന് കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല. ഡ്രഗ്സ് ഓൺ വാർ നമ്മൾ ശക്തമായി കൊണ്ടുപോകണം. എന്നാൽ മറുഭാഗത്ത് ഇരകളാണ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരെന്ന തിരിച്ചറിവോടുകൂടി അവരെ തിരിച്ചു കൊണ്ടുവരാൻ കൂടി നമുക്ക് കഴിയണം. അത്തരത്തിൽ ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പിടിക്കുന്നവർക്കൊക്കെ ഈ ഒരു എല്ലാവർക്കും, ഒരാൾക്കെന്നല്ല, നമുക്ക് ഇനി അത് രാഹുൽ ഈശ്വറിന്റെ നിലപാടൊന്നുമല്ല. നമ്മുടെ കേരള സർക്കാരിന് വിമുക്തി എന്നൊരു പദ്ധതി തന്നെയുണ്ട്. കേരള സർക്കാർ ഇപ്പൊ നന്നായി ചെയ്യുന്ന വിമുക്തി എന്ന പദ്ധതിയുണ്ട്. NDPS ആക്ട് 64A ആണെന്നാണ് എന്റെ ഓർമ്മ. 64 ആണ് ഉപവകുപ്പ് മറന്നുപോയി, A ആണെന്നാണ് എന്റെ ഓർമ്മ. അതായത് ഇപ്പൊ ഷൈൻ ടോം ചാക്കോ ഒക്കെ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. താൻ ട്രീറ്റ്മെന്റിന് പോകാമെന്ന് പറഞ്ഞാൽ അവർക്കൊരു കൺസെഷൻ കൊടുക്കും, ഒരു ഇളവ് കൊടുക്കും. ഇവരെ എല്ലാം നമുക്ക് ജയിലിൽ അടച്ചിട്ടോ അല്ലെങ്കിൽ കുറെ കാലം മാറ്റി നിർത്തിയിട്ടോ എന്ത് നേടാനാണ്? ഷൈൻ ടോം ചാക്കോ പോലെ പ്രതിഭയുള്ള, ശ്രീനാഥ് ഭാസിയെ പോലെ കഴിവുള്ള, ഖാലിദ് റഹ്മാനെ പോലെ മിടുക്കുള്ള, വേടനെ പോലെ ഊർജ്ജമുള്ള നമ്മുടെ യുവതലമുറയിലെ ആൾക്കാരെ രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്ന് സഞ്ജയ് ദത്ത് വന്നതുപോലെ, ഫർദീൻ ഖാൻ വന്നതുപോലെ, നമ്മുടെ ഒരുപാട് പേര് അങ്ങനെ, അല്ലെങ്കിൽ രൺബീർ കപൂർ വന്നതുപോലെ ഇവരെ തിരിച്ചു കൊണ്ടുവരല്ലേ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മളെല്ലാവരും, മാധ്യമങ്ങളും പൊതുസമൂഹവും സപ്പോർട്ട് ചെയ്യണം. വേടന്റെ രാഷ്ട്രീയത്തെ ഞാൻ നാളെ എതിർക്കും, സംശയമൊന്നുമില്ല. പക്ഷെ വേടൻ എന്ന മനുഷ്യനെയും മലയാളിയെയും ഇന്ത്യക്കാരനെയും കേരളീയനെയും നമ്മൾ ചേർത്ത് പിടിക്കണം. അതാണ് ഒരു സഹോദരൻ വഴിയിൽ വീണു പോകുന്നവരോട് ചെയ്യേണ്ട മാന്യതയും മര്യാദയും നന്മയും.
പക്ഷെ അവിടെയും ഇത് എത്ര ഗ്രാം വരെ അല്ലെങ്കിൽ എത്ര അളവിൽ വരെ നമുക്കറിയാം ഈ ലഹരി വസ്തുക്കൾ കയ്യിൽ വെക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നതും ഒക്കെ നിയമപരമായി തെറ്റായ കാര്യങ്ങളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു വേടന്തയിൽ ചെറിയ 1.6 ഗ്രാം എന്നാണ് മാധ്യമങ്ങളിൽ കണ്ടത്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ലോങ് ടേമിൽ പിടിച്ചിടാൻ ഉള്ള വകുപ്പുള്ളൂ. അതുകൊണ്ട് ഇവിടെയാണ് നമ്മളെ ഇത് നിയമത്തിന്റെ സാങ്കേതികത്വം അല്ല, നമ്മൾ നന്മയുടെയും നീതിയുടെയും കരുണയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രവർത്തിക്കേണ്ടത്. ഒന്ന് ആലോചിക്കുക, ഇവരോട് തന്നെ തെറ്റ് ചെയ്യുന്നവരാ. ഇവർ മയക്കുമരുന്ന് കൺസ്യൂം ചെയ്യുമ്പോൾ ഇവരോട് തന്നെ തെറ്റ് ചെയ്യുന്നു. ഷൈൻ ടൗൺ ചാക്കോയെ പോലീസ് പിടിക്കുമെന്ന് പറയുമ്പോൾ പോലും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് കളിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഹൈ ആയി നിന്ന് ചെയ്യുന്നതാ. ഈ മയക്കുമരുന്ന് നമ്മുടെ ബ്രെയിനിന് ചെയ്യുന്ന അപകടങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, താങ്കളും ഞാനും ഒക്കെ പോലീസ് പിടിക്കാൻ വരികയാണെങ്കിൽ പോലീസിനെ അപമാനിച്ച് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടുക. പക്ഷെ പുള്ളി അത് ചെയ്യുന്നത് ഒരുപക്ഷെ ഈ ഹൈയിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും. രക്ഷിച്ചെടുക്കണ്ടേ? ഈ രക്ഷയാണ് നമ്മുടെ നിയമം. നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനം തന്നെ റിഫോർമേറ്റീവ് തിയറി എന്നാണ് പറയുക. അതായത് നിയമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, നിയമത്തിൽ നിന്ന് നമുക്ക് ഒരാളെ അല്ലെങ്കിൽ തെറ്റിൽ നിന്ന് ഒരാളെ രക്ഷിച്ചെടുക്കാനാണ് നിയമം. അതിനെയാണ് റിഫോർമേറ്റീവ് തിയറി എന്ന് പറയുന്നത്. അതിന്റെ എല്ലാം പോസിറ്റീവ് സ്പിരിറ്റ് ഉൾക്കൊണ്ട് വേടൻ തിരിച്ചു വരട്ടെ, വേടനെ പിന്തുണയ്ക്കണം. വേടന്റെ രാഷ്ട്രീയത്തെ ബൗദ്ധികമായി എതിർക്കുമ്പോഴും വേടന്റെ മനുഷ്യനെ, വേടന്റെ മലയാളിയെ നമുക്ക് ചേർത്ത് പിടിക്കാനാകണം. ശരിയാണ്, വേടനെ ചേർത്ത് പിടിക്കണം. ഒക്കെ താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ യോജിക്കുന്നു. അതേസമയം തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ യുവതലമുറയിൽ ഈ ലഹരി ഉപയോഗം ഉയർത്തുന്ന വലിയ ഭവിഷ്യത്ത് എത്രയാണെന്നുള്ള കാര്യം. ഈ ലഹരി ഈ നമ്മുടെ നാടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറയിലേക്ക് ഒഴുക്കുന്ന ആൾക്കാർ നാളെ വന്ന് എനിക്ക് നന്നാവാൻ ഒരു അവസരം തരണം, അല്ലെങ്കിൽ എനിക്കൊരു തെറ്റുപറ്റി പോയതാണെന്ന് പറയുമ്പോൾ അവിടെ എന്താണ് മറുപടി പറയാനുള്ളത്? അവിടെ എന്താണ് അവർക്ക് വീണ്ടും അവസരം കൊടുക്കണം. അവരത് വെറും ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതല്ല എന്ന് ഉറപ്പാക്കണം. റീഹാബിലിറ്റേഷൻ സെന്ററിൽ എത്രയെങ്കിലും ഒരു ദിവസമാണെങ്കിൽ അത്രയും ദിവസം നിയമം നിഷ്കർഷിക്കുന്ന ദിവസം അവരെ കിടത്തണം. അവർ ഇതിൽ നിന്ന് മുക്തരാകുന്നു, മോചിതരാകുന്നു എന്ന് കാണണം. ഇല്ലെങ്കിൽ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരെ എല്ലാം നമ്മൾ ജയിലിൽ ഇടുകയാണെന്ന് ഇരിക്കട്ടെ, ഇവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, ഇവരുടെ കരിയറും ബിസിനസ്സും നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, കൂടുതൽ ഡിപ്രഷനിലേക്ക് ഇവർ പോകും. കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ ഇവർ കൂടുതൽ ഡ്രഗ്സിലേക്ക് പോകും. കൂടുതൽ ഡ്രഗ്സ് പോകുമ്പോൾ ഇവർ കൂടുതൽ നശിക്കും. ഇതൊരു ചക്രവ്യൂഹമാണ്. ലൂപ്പ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ. ഒരു ഡിസ്ട്രക്ഷന്റെ ലൂപ്പാണ്. ആ ലൂപ്പിൽ നിന്ന് അവരെ രക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിലെ ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്ന് അറിയാമല്ലോ, ഞാൻ ഇടതുപക്ഷത്തിന്റെ എല്ലാ നയങ്ങളോടും എതിരാണ്. പക്ഷെ ഈ കാര്യത്തിൽ ഇടതുപക്ഷം കാണിക്കുന്ന അവധാനത BJPക്ക് സമാനമായ അഭിപ്രായം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന് സമാനമായ അഭിപ്രായമാണ്. കാരണം നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ, വരുന്ന തലമുറയുടെ കാര്യത്തിൽ നമുക്കങ്ങനെ ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ല, അവരുടെ നന്മയാണ് പ്രധാനം. വഴിയിൽ വീണു പോയവരെ തിരിച്ചു കൊണ്ടുവരിക, റിഡംഷൻ എന്നാണ് നമ്മൾ പറയുക. അവർക്ക് അവരുടെ വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പിലാണ് ഓരോ വ്യക്തി, എവരിവൺ ഡിസേർവ്സ് എ സെക്കൻഡ് ചാൻസ്. എല്ലാവർക്കും രണ്ടാമതൊരു അവസരം നമ്മൾ കൊടുക്കണം. അത് വേദന മാത്രമല്ല, ഇനി സ്വാധീനമൊന്നും ഇല്ലാത്ത സാധാരണ ഏതെങ്കിലും ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ അല്ലെങ്കിലും അവർക്കും കൊടുക്കണം. ആ മനസ്സാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ശരി, ഇക്കാര്യം എങ്ങനെയാണ് ഉറപ്പുവരുത്തേണ്ടത്? അതിന് എന്തൊരു മാനദണ്ഡമാണ് സ്വീകരിക്കേണ്ടത്? നമുക്കറിയാം ഈ ലഹരി ഒഴുകുന്നത് തടയാനുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റ് എല്ലാ മേഖലകളിൽ നിന്നും നമ്മൾ വലിയ രീതിയിൽ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അവിടെ എന്താണ് ഈ ഒരു ലഹരി, എവിടെയാണ് ഇതിനെ രീതിയിലാണ്? ദയവായി അത് ശ്രദ്ധിക്കണം. ഇന്ത്യ മാത്രമല്ല, ലോകത്തിൽ എല്ലായിടത്തും രണ്ട് രീതിയിലാണ് ആക്ഷൻ. ഒന്ന് സപ്ലൈ സൈഡിലെ ആക്ഷൻ, രണ്ട് ഡിമാൻഡ് സൈഡിലെ ആക്ഷൻ. സപ്ലൈ സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഡ്രഗ്സിന്റെ ലഭ്യത, ഡ്രഗ് പെഡിലേഴ്സ്, ഡ്രഗ് മാഫിയ തുടങ്ങിയുള്ള അവരെ നമുക്ക് തല്ലി തകർക്കാനാകണം. അതായത് നിയമത്തിന്റെ കരുത്തുള്ള മുഷ്ടി വെച്ച്, ഉരുക്കു മുഷ്ടി വെച്ച് അവരെ നശിപ്പിക്കണം. എന്നാൽ ഡിമാൻഡ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ, പാവപ്പെട്ടവർ, പെട്ടുപോകുന്നവർ, ഇരകൾ, യുവാക്കൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ, ഇവരെ രക്ഷിച്ചെടുക്കാനും സാധിക്കണം. സപ്ലൈ സൈഡിന്റെ പിന്നിൽ മാഫിയയോ ഡ്രഗ് മാഫിയോ പോലുള്ള ആൾക്കാരാണ്. ഡിമാൻഡ് സൈഡിൽ പാവപ്പെട്ട മനുഷ്യർ പെട്ടുപോകുന്നതാണ്. സപ്ലൈ സൈഡിനെ തല്ലാനും ഡിമാൻഡ് സൈഡിനെ തലോടി ശരിയാക്കാനും നമുക്ക് കഴിയണം. ഇത് ഇന്ത്യയിലെ മാത്രമൊന്നുമല്ല, ലോകത്ത് എല്ലായിടത്തും ഈ സമീപനമാണ്. ഇപ്പൊ ഫിലിപ്പൈൻസിലൊക്കെ ഇതിന്റെ തെറ്റായ മാതൃക കണ്ടതാണ്. ഡ്യൂട്ടർട്ട് എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡന്റ് 6000 മുതൽ 7000 വരെ ആൾക്കാരെ ഡ്രഗ് യൂസിന് വെടിവെച്ചു കൊന്നു. നമുക്ക് അങ്ങനൊന്നും പറ്റൂലല്ലോ. പകരം പോർച്ചുഗലിൽ ഒരു ഡിസ്വേഷൻ കമ്മീഷൻ ഉണ്ട്, കാനഡയിൽ ഗുഡ് സമരിറ്റൻ ആക്ട്, നല്ല ശമരിയാക്കാരൻ ആക്ട്, അമേരിക്കയിൽ സമാനമായ വകുപ്പുകളുണ്ട്. അപ്പോൾ ഇവരെ ഡ്രഗ് യൂസ് ചെയ്യുന്ന തിരിച്ചു കൊണ്ടുവരും. അപ്പൊ സഞ്ജയ് ദത്തിനെ തിരിച്ചു കൊണ്ടുവന്നു. സഞ്ജയ് ദത്ത് എന്ന് ഡ്രഗ്സിനെതിരെ വലിയൊരു ആക്റ്റീവ് ക്യാമ്പയിനറാണ്. സഞ്ജയ് ദത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖരായ രണ്ടുപേരുടെ മകനാണ്. നല്ല വലിയ ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ സഞ്ജയ് ദത്ത് പോലും പെട്ടുപോകുന്നെങ്കിൽ ഷൈൻ ടോൺ ചാക്കോയെ കുറ്റം പറയുന്നതിൽ അർത്ഥമുണ്ടോ? ശ്രീനാഥ് ഭാസിയെ കുറ്റം പറയുന്നതിൽ അർത്ഥമുണ്ടോ? അല്ലെങ്കിൽ തള്ളിക്കളയുന്നതിൽ അർത്ഥമുണ്ടോ? കുറ്റം പറയുന്നതല്ല. ശ്രീനാഥ് ഭാസിയെ, ഷൈൻ ടോമിനെയും വേദനയും ഖാലിദ് റഹ്മാനെയും തള്ളിക്കളയുന്നതിന് അർത്ഥമുണ്ടോ? ചേർത്ത് പിടിക്കുക, നന്നാക്കുക. ആ നന്നാക്കുന്ന ജോലിയാണ് കാലവും ദൈവവും നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ അവിടെയും ഒരു അപകടമില്ലേ? കാരണം ഈ പറഞ്ഞതുപോലെ വീടനെ ചേർത്ത് നിർത്താൻ വീടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകാം. പക്ഷെ അവിടെയും ഒരു മറുവശം ഉണ്ടാകാമല്ലോ. ഇത്തരത്തിൽ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അതൊരു അപകടം തന്നെയല്ലേ?
കറക്റ്റ് അങ്ങനെ അത് തീർച്ചയായിട്ടും അങ്ങനെ ഇഷ്യൂ ഉണ്ട്. അവിടെയാണ് ഇതിന് സീരിയസ് ആയി വേണം, കൂടുതൽ പോലീസിങ് വേണം, കൂടുതൽ ഒരു പേടി വേണം. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ചെയ്യുന്നത് വലിയ കാര്യമാണ്. മാധ്യമങ്ങൾ ഈ ഡ്രഗ്സിനെതിരെ ഒരു സ്റ്റിഗ്മ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു സ്റ്റിഗ്മ ആവശ്യമാണ്. സത്യസന്ധമായി പറഞ്ഞാൽ പിള്ളേർ കുറച്ച് പേടിച്ചിരിക്കണം. അതാണ് അതിന്റെ സത്യം. ആർക്കും പറയുമ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതാണ് സത്യം. കുറച്ച് പേടി ഇവർക്ക് വേണം. എന്നാലേ ചില ആൾക്കാർ ഇതിൽ നിന്ന് മാറും. ചില ആൾക്കാർ സ്നേഹം കൊണ്ട് മാറും, ചില ആൾക്കാർ പേടി കൊണ്ട് മാറും, ചില ആൾക്കാർ നിയമം കൊണ്ട് മാറും, ചില ആൾക്കാരെ നന്നാക്കിയാൽ മാറും. അങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് ആൾക്കാർ. അപ്പൊ ഒരു ഭയം വേണം. ഇപ്പൊ മീഡിയ ഈ ഡ്രഗ്സിനെതിരെ ക്യാമ്പയിൻ ചെയ്യുന്നത് ശരിക്കും പോലീസുകാർ ചെയ്യുന്നതിന്റെ അത്രയും ഗുണം തന്നെ ചെയ്യും, കോടതികൾ ചെയ്യുന്നതിന്റെ അത്രയും ഗുണം തന്നെ ചെയ്യും. ഇതുപോലത്തുള്ള ചർച്ചകളിലൂടെ ഒരു ഭയവും പേടിയും വിപ്രതിപത്തി അഥവാ ഒരു ആന്റഗോണിസം, ഒരു വെറുപ്പ് ഡ്രഗ്സിനോട് തോന്നിക്കണം. അങ്ങനെ ഒരു ക്യാമ്പയിൻ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. അത് അത്തരം കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ യുവാക്കളെ മാറ്റിയെടുക്കണം. നമ്മളെല്ലാവരും ഇതിൽ ഉണർന്ന് പ്രവർത്തിക്കണം. ഇതിന് പരസ്പരം തമ്മിത്തല്ലി തർക്കമില്ല. ഇതിൽ എങ്ങനെ കൂടുതൽ ഇഫക്റ്റീവ് ആകാമെന്നൊരു സംവാദം മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ ആരും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷേ എങ്ങനെ കൂടുതൽ ഇഫക്റ്റീവായി ഈ അഴുക്ക് ചാല് നമുക്ക് കഴുകി നന്നാക്കാം, അല്ലെങ്കിൽ ഇവിടെ ശുദ്ധീകരിക്കാം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതിന് മീഡിയ, സിവിൽ സൊസൈറ്റി, കോടതി, പോലീസ്, ഗവൺമെന്റ്, രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് അതിശക്തമായ ഒരു പോരാട്ടം നയിക്കണം. വ്യത്യസ്ത രീതിയിലായിരിക്കും നമ്മൾ നയിക്കുന്നത്. കുഴപ്പമില്ല, അത് ഓരോന്നിനും ഓരോ ഗുണങ്ങൾ ഉണ്ടാവും. പക്ഷേ ഡ്രഗ്സിനെതിരെയുള്ള ഈ യുദ്ധം നമ്മൾ ജയിക്കുക തന്നെ വേണം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.